ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാരഷിപ്പ് ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല, ജസ്റ്റ് ആ ഐലൻഡിൽ പോവുക, പിന്നെ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്ന ഷിപ്പ് എടുക്കുക, അതായത് പാരഷിപ്പ് എടുക്കുക, തിരിച്ചു വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ചാലഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് എങ്ങനെ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയങ്ങളായ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിനിലായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്: നമ്മൾ എവിടെ ഇറങ്ങുന്നു, നമ്മൾ എങ്ങനെ ഇറങ്ങുന്നു. നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തിൻ്റെ പേര് കമേഷ്കി എന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെ ഇറങ്ങുന്നു. നമ്മൾ എങ്ങനെ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൻ്റെ അറ്റത്ത് വരെ ആ പ്ലെയിൻ പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്ലെയിനായിട്ട് തന്നെ നമ്മളെ പ്ലെയിനിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് ജമ്പ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടം വരെ എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് പ്ലെയിനിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജമ്പ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, നമ്മൾ എന്തുകൊണ്ട് കമേഷ്കിയിൽ തന്നെ ഇറങ്ങുന്നു? കമേഷ്കിയിൽ അങ്ങനെ ഇറങ്ങുന്നതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കമേഷ്കിയും ആ ഐലൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോവുകയും പെട്ടെന്ന് വരികയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. Let's go. ഓക്കെ, അപ്പം നമ്മൾ കമേഷ്കിയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ കാണാം അവിടെ ഒരു ബോട്ടില്ലേ. ഞാൻ പറയല്ലേ, മോസ്റ്റ് ഓഫ് ദി കേസസിൽ അവിടെ ബോട്ട് കാണും. പിന്നെ ബോട്ട് കാണാതിരിക്കുമോ എന്നുള്ള കാര്യം, റെയർ കേസസിൽ കാണാതിരിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും ഞാൻ കളിച്ചിട്ടുള്ള എല്ലാ കളിയിലും അവിടെ ആ ബോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ട് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് ആ നമ്മുടെ ഐലൻഡ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഐലൻഡിലേക്ക് വെച്ച് പിടിക്കുക. അപ്പോൾ ഈ ബോട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിൽ അകപ്പെടാതെ തന്നെ നമ്മൾ തിരിച്ചു വരണം. അതാണ് നമ്മുടെ ഈ ചാലഞ്ചിൻ്റെ മേജറായിട്ടുള്ള കാര്യം, സോണിൽ അകപ്പെടാതെ തിരിച്ചെത്തുക. ഓക്കെ, പിന്നെ ഈ ചാലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം ടെക്കീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഈ ചാലഞ്ച് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ടെക്നോളജിക്കലായിട്ട് ഉള്ളൊരു ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. നല്ലൊരു ചാനലാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനും സബ്സ്ക്രൈബറാണ്. ഇതൊരു വിധത്തിലുള്ള പ്രൊമോഷനൊന്നുമല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ബോട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പാരഷിപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പാരഷിപ്പ് കൊണ്ട് കിടക്കുന്നു. പിന്നെ നമ്മൾ ഈ ഷിപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഇച്ചിരി ദൂരെ ഇടാൻ ശ്രദ്ധിക്കുക. ഈ പാരഷിപ്പ് വളയ്ക്കാൻ അല്ലെങ്കിൽ പാരഷിപ്പ് കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ പാരഷിപ്പ് ചാലഞ്ച് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ എല്ലാം കണ്ടു. അവരും പറയുന്ന ഈ സെയിം കാര്യമാണ്, പാരഷിപ്പ് കൺട്രോൾ ചെയ്യാൻ ഒരിച്ചിരി പാടാണ്. ഈ റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പാരഷിപ്പ് വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുത്ത് വളയ്ക്കാൻ ശ്രമിക്കുക. റിവേഴ്സ് എടുത്ത് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന്, അതായത് പെട്ടെന്നല്ലെങ്കിലും ഒരു കൺവീനിയൻ്റ് ആയിട്ട് വളഞ്ഞു വരുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ആക്സിലറേറ്റർ ചവിട്ടി പിടിച്ചെന്ന് വെച്ചാൽ ഫോർവേഡ് ആരോനൊക്കെ പിടിച്ച് ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ബോട്ട് ലെഫ്റ്റിലേക്ക് വളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം റിവേഴ്സ് എടുത്ത് പോകാൻ നോക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് നമ്മുടെ ഷിപ്പ് വളയ്ക്കാൻ നോക്കുക. അങ്ങനെ വളയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ബോട്ട് നമ്മൾ ഗെയിമിൻ്റെ തുടക്കത്തിൽ, അതായത് നമ്മൾ പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ബോട്ട് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ബോട്ട് കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ അല്ലെങ്കിൽ ഈ ക്ലിപ്പ് കഴിയുന്നതിന് ഉടനെ തന്നെ നിങ്ങൾക്ക് ഞാൻ അത് എവിടെ കാണാം എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പാരഷിപ്പ് എടുത്ത് പ്ലേ സോണിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാരഷിപ്പ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനോടൊപ്പം ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ വരിക, അവിടെ ആ ഡൗട്ട് പോസ്റ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരായിരിക്കും. ബൈ ബൈ.